അങ്ങനെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു ഓഫ് റോഡ് വീഡിയോ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. ഇത് എൻ്റെ നാടാട്ടോ, കൊന്നക്കാട്. കുറച്ച് ടാസ്ക് പിടിച്ച റോഡിലാട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര. മരം എടുത്ത് കുന്നിറങ്ങുന്നതും ടാസ്ക് പിടിച്ച റോഡിലൂടെ വണ്ടി കയറി പോകുന്നതും എന്തുകൊണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കട്ടത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ള വണ്ടി 2023 ടാറ്റ യോധ SC 4x4 2.2L BS6 DI ഡീസൽ എഞ്ചിനായിട്ടാണ് വണ്ടി. ഞങ്ങളെ കൊന്നക്കാട് നാട്ടിൽ ബൊലോറോ പിക്കപ്പ് ഒരുപാടുണ്ട്. പക്ഷെ ഒരുപാട് കാലമായിട്ട് ഈ ഒരു യോധ ഉപയോഗിക്കുന്ന ഒരേ ഒരാൾ ഈ അൻപരേട്ടം മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലടാ, നിങ്ങൾ ഇത്രയും കൊല്ലം ഈ വണ്ടി ഉപയോഗിക്കാൻ കാരണം എന്ത്? കാരണം എന്ന് പറഞ്ഞാൽ മഹീന്ദ്ര പിക്കപ്പ് ഒരു 2017 വണ്ടി ഉണ്ടായിരുന്നു, 2010 വണ്ടി ഉണ്ടായിരുന്നു. അതെല്ലാം നല്ല വണ്ടി തന്നെയാണ്. 17 വണ്ടി നല്ല പവറും കാര്യങ്ങളും. പക്ഷേ 2019 എൻ്റെ ഒരു ചങ്ങായി JP എന്ന് പറയും, JPക്ക് വേണ്ടി വണ്ടി എടുത്തു. ആ വണ്ടി നമ്മൾ നോക്കുമ്പോൾ നല്ല പവറും കാര്യങ്ങളുമാണ്. പിന്നെ നമ്മൾ ഓവർലോഡ് വലിക്കുമ്പോൾ അതിനനുസരിച്ച് ഹൗസിങ് പൊളിയലും അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, വണ്ടി നല്ല പവർഫുൾ വണ്ടിയാണ്. അത് 80 bhp കരുത്താണ് ഉണ്ടായ വണ്ടി. പിന്നെ 2023 അടുത്ത വണ്ടി അങ്ങനെ പ്രൈസ് കുറച്ച് മാറ്റം വന്നിട്ടുള്ള, അപ്പോൾ അതെടുക്കാമെന്ന് വെച്ച് നിന്നു. അങ്ങനെ ഇതെടുത്തു. ഇത് ഇപ്പോൾ 100 bhp കരുത്താണ്, നല്ല പവറാണ് സാധനം. കണ്ടാ, ഇതാണ് റോഡിൻ്റെ അവസ്ഥ കേട്ടാ. ഞാൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. മോനെ അയ്യോ sana ये sana tahu mana ini udah gede. കണ്ട റോഡ് ഓടിച്ചാടി വീടുക. ഓ എന്നാ മോനെ, ഞാൻ അടക്ക് റോഡൊന്നും സാധനമിടാം. ചളിയാണ്.
പ്ലീസ് സാധനമളി സാധനടാ കുഴിയെ. ഇതിനേക്കാളും വലിയ റോഡാട്ടോ താഴ്ന്നു വന്ന റോഡ്. അയ്യോ അത് വീടെടുക്കാൻ പറ്റില്ല, കാരണം കുറേ കൊന്നാണ് നടന്ന് മടുത്തു. രാവിലെ 8:45 വന്നിട്ടാ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഓഫ് റോഡ് സാധനം. അങ്ങനെ വിഷയം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സാധനം കേട്ടോ. ഈ മരം വണ്ടി, ഈ ഭാരത് ബെൻസ് അങ്ങനെയുള്ള ഒരു വണ്ടിയില്ലേ, എല്ലാം പോകണം എന്നുള്ളൊരു ആഗ്രഹം കേട്ടല്ലേ. അതിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലേ, ആദ്യമായിട്ട് എനിക്ക് അൻഡ്രോയിഡറാണ് ചാൻസ് ഒന്നും അതായത് ഇതിൽ യോദ്ധാവിൽ. അപ്പോൾ ഓക്കെ. ഞാൻ പിന്നെ ഈ വാതിലത് ഇന്നലെ മാത്രമല്ല ഞായറാഴ്ച എങ്ങനെ വരില്ല. അടുത്ത മാസം എടുക്കാൻ നോക്കാം. ആ മണ്ണും അതിലുണ്ട്. കൊടുക്കുന്നതാണ്. ഇവിടെ കഴിയും അത് മുറിച്ചില്ല. വേണ്ട 4 ലക്ഷം മാറി. ഓക്കെ. ആ വളവ് താഴത്തെ ഇറക്കും പിന്നെ പോകുമ്പോൾ പതിയല്ലേ പോകും. ആ അല്ലേ പോകും. അപ്പോൾ നടന്നുതരാം. ഇപ്പുറത്ത് നടക്കത്തില്ല. അവിടെ ഇതുണ്ട്. പോവാ. അപ്പോൾ ആദ്യത്തെ ഷട്ടിൽ ഭാഗത്തേക്ക് നമുക്ക് താഴോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരില്ലായിട്ടാ. ആദ്യത്തെ ലോഡ് താഴോട്ടേക്ക് പോയായിരുന്നു സാധനം കേട്ടോ. വിഷയം നടന്ന് വീടെടുക്കലന്നെ. എന്നാൽ അൻവറിനെ സമ്മതിക്കണം കേട്ടോ. സാധനം കൊണ്ട് വരുന്ന വരെ വേണ്ട, വരെ ഫുള്ള് കൊയ്യാം. ഓ മോനെ, ആ
ടാസ്ക് ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെയുണ്ട് കേട്ടോ. സാധനം എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്ന പോലത്തെ ഒരു സാധനമല്ല കേട്ടോ. സംഭവം വണ്ടിയെ ലോഡ് എടുത്തിട്ട് വരുന്ന വരെ വേണ്ട. താട്ടുപടി വണ്ടി നിരക്കി വരുന്ന വരെ വേണ്ട. ഇല്ല നമ്മൾ വീണ്ടും പോവുകയാണ്. നമ്മളിതിന് അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി വീണ്ടും കുന്നിൻ്റെ മുകളിലേക്ക് വീണ്ടും പോവുകയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ഷട്ടിൽ താഴെ എത്തി. അടുത്ത് ഷട്ടിൽ എടുക്കാൻ വേണ്ടി അടുത്ത് വീണ്ടും അടിക്കാൻ വേണ്ടി വീണ്ടും പോവുകയായിരുന്നു മുകളിലേക്ക്. ഇങ്ങനെ പോയി ഒരു 6000 കിലോമീറ്റർ തുടങ്ങി. ഇത് കല്ലിടേണ്ട വരും. അല്ല കല്ലിട്ടോ വൈകുന്നേരം ഒരു നിങ്ങൾക്ക് എപ്പോൾ ഫ്രീ ഉണ്ടായാലും തീർച്ചയായും വേക്കിൽ ആടിന്റെ വയറിലും പോയി. എനക്ക് വയറാണ് എടുക്കുന്നല്ലേ ചോദിക്കുമ്പോലെ പറയാൻ പറ്റുന്നല്ലേ മതിയില്ലേ കടിയാക്കണം. മതിയോ?
അപ്പുറം കുഴപ്പമില്ല, അപ്പുറം പിടിച്ചു, അപ്പുറം നിരകുന്നതല്ല. പോട്ടെ 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 പോട്ടെ, ടയർ കത്തുന്നു, വെറുതെ കത്തുന്നു. തീ മാറി. ഇവിടെ കുഴപ്പം, ഇവിടെ കണ്ട് പിടിക്കുന്ന രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. രാവിലെ സിമ്പിളായി പോയി. എൻ്റെ മോനെ, അതെയാ വേനൽക്കാലത്ത് കുഴപ്പമുണ്ടോ? വേനൽ കുഴപ്പമില്ലല്ലോ. ഈ മഴക്കാലത്ത് മഴ ചാറി കഴിഞ്ഞാൽ നോക്കണ്ടല്ലേ? ആ, ഇത് ഈടെ വണ്ടി കയറി, ഈടുന്ന് ടയർ വെറുതെ കറങ്ങുന്നതിൽ കയറി പോകില്ല. ഇങ്ങനെ കളിച്ചാൽ അവിടെ നിന്ന് സ്റ്റക്കാന്ന് വേണ്ടി. അവസാനം നമ്മൾ ടയറിന് കയറ് കെട്ടി, നമ്മൾ അങ്ങനെ ഡ്രമ്മിന് കയറ് കെട്ടി അങ്ങനെ വലിച്ച് കയറ്റി കേട്ടോ. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ക്യാമറയും കയറ് വലിക്കാനുള്ള ഒന്നിച്ച് നടക്കുന്ന കേസല്ല. അപ്പോൾ അങ്ങനെ വണ്ടി അവിടെ നിന്ന് കഷ്ടപ്പെട്ട് കയറ്റിയിട്ടുണ്ടായി. നേരത്തെ അങ്ങ് കാണിച്ചാൽ വലിയ കാറിൻ്റെ കയറുന്നു. ടയറില്ലാണ്ടോടാ. വേഗിലിരിക്കുന്നൊരവസ്ഥ. രാവിലെ ഇങ്ങനെ അത്ര വിളിക്കണ്ടായിട്ടാ, രാവിലെ ഇത്ര വിളിക്കണ്ടായിട്ടാ. പിന്നെ എന്നാ വണ്ടി ഇവിടുന്ന് മുതലാന്ന് തന്നെ ഉണ്ടാ ഇങ്ങനെ ഓടിക്കുമ്പോൾ ഇങ്ങനെ ഇത് റിസ്ക് കയറി പോകുമ്പോൾ ടയറും പോവും. ഇങ്ങനെ ഒരു ഈ സംഭവമില്ലേ, ഇങ്ങനത്തെ ഷെഡിലടിക്കാൻ പോകുമ്പോൾ എത്ര എണ്ണ വേണ്ടി നിങ്ങൾക്ക്? എത്ര എണ്ണ വേണ്ടി എന്താ റിസ്ക് പിടിക്കുകയാണെങ്കിൽ? ഡെയിലി വാടകയാണെങ്കിൽ ശരിക്കും എണ്ണ കുറവാണ്. ഡെയിലി വാടക ഇങ്ങനെ പോകുന്നത്. അതെയാ, ഇങ്ങനെ പിടിക്കുമ്പോൾ പ്രശ്നം വരും. 1000 റുപ്യൻ്റെ എണ്ണ മതി ശരിക്കും. ഇതിപ്പോൾ നമ്മൾ നേരെ തളിപ്പറമ്പിലേക്ക് എടുക്കുന്നത്. ചെളിയായി. ചില സമയത്ത് ഞാൻ കൂട്ടി വെക്കുമ്പോൾ ചെറിയോട് അറിയണം. അങ്ങനല്ല, ഞാൻ വില കൂട്ടി വെക്കുമ്പോൾ ഒന്നല്ല
അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ലോഡുമായിട്ട് വീണ്ടും താഴോട്ട് ഇറങ്ങിയ കേട്ടോ. അടി നടക്കണമല്ലോ ഡോറൊക്കെ കുറേ സപ്പോർട്ടൊക്കെ ഉണ്ട്. സിനോ
ആടെ തന്നെ ഇരുത്തോട്ടെ അതിൻ്റെ യെസ്. അപ്പോൾ നമ്മുടെ വണ്ടി ആദ്യം ഷട്ടർ അടിച്ച സാധനമെല്ലാം കയറ്റി. അപ്പോൾ രണ്ടാമത് വന്ന സാധനത്തിലും ലോഡ് കയറ്റി നമ്മിനി തളിപ്പറമ്പിലേക്ക് പോയാണ്. ലോഡെല്ലാം കയറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തളിപ്പറമ്പിലേക്ക് ഈ മരം കൊണ്ട് പോയാണ്. സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തളിപ്പറമ്പിലേക്കാണ് യാത്ര. കാരണം ആ ഒരു കുന്നണ്ട, ആ ഒരു കുന്നാണ് നമ്മളിപ്പോൾ സാധനം ഈ താഴത്തേക്ക് കൊണ്ടുവന്നിട്ടില്ലേ. ഇവിടെ നമ്മിനി തളിപ്പറമ്പിലേക്ക് പോയാണ്. ഒന്ന് തൂക്കുന്നേ, തൂക്കട്ടെ. പോകുന്നതാണ്. അപ്പോൾ നമ്മളിപ്പം കാറ്റാങ്കല പറഞ്ഞ സ്ഥലത്താണ് കയറുന്നത്. നമ്മൾ നല്ല കയറ്റം ഹൈ ഇതാണ്. അപ്പം നമ്മൾ ഒരു 4 ടൺ വരെ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ കയറും. ഇവരെ 4ക്ക് മുകളിലുണ്ടാവും. അതുകൊണ്ട് 5 ഗിയറിൽ കയറുവാണ് ഫസ്റ്റ് ഗിയറിൽ. വണ്ടി പിക്കപ്പ് മഹേന്ദ്രനെ അപേക്ഷിച്ച് നല്ല വിലയും കാര്യങ്ങളുമാണ്. അങ്ങനെ 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ തളിപ്പറമ്പ് നമ്മളെ മില്ലിൻ്റെ അടുത്ത് എത്താനായി. അപ്പോൾ അതിന് മുമ്പ് വണ്ടി തൂക്കണം. ഇതിന് എത്ര ലോഡുണ്ട് അറിയണ്ടേ. അപ്പോൾ വണ്ടി തൂക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണിച്ചിട്ടാ കേട്ടാ, വണ്ടി തൂക്കാൻ വെച്ചിട്ടില്ല കേട്ടോ. ഇനി അറിയാം നമുക്ക് എത്ര പേര് ടൺ സാധനയിൽ കയറി അറിയാം കേട്ടോ. എന്താ എത്ര നമ്മൾ 4 എത്ര പറഞ്ഞ 4 ടൺ അല്ലേ? 4,820. 4ക്ക് മുകളിലുണ്ടാവുന്ന പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇടത്തി മില്ലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മരം തട്ടാൻ പോയത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇതോടെ കഴിയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും വരും. അടുത്ത വേറൊരു വണ്ടിയുടെ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ വേറെ വല്ല ഏതെങ്കിലും വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ ബൈ.